എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ച പ്രൈം മിനിസ്റ്ററുടെ ഓസ്റ്റെരിറ്റി മെഷേഴ്സ് അനൗൺസ്മെന്റിന് ശേഷമാണ് മാർക്കറ്റിൽ പൊതുവെ ഒരു സെല്ലിംഗ് പ്രഷർ, പ്രത്യേകിച്ച് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ കണ്ടത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റിലാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റുകൾ വീക്ക് ടു വീക്കായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അമേരിക്കയിലെ S&P 500, നാസ്ഡാക്ക്, അതുപോലെ തന്നെ റസൽ 2000 ഇൻഡെക്സുകളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഒക്കെ ഹിറ്റ് ചെയ്തിരുന്നു. പക്ഷേ വെള്ളിയാഴ്ച നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ ആയിരുന്നു. താഴെയാണ് വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡൗ ജോൺസ് ഇൻഡെക്സും റെക്കോർഡ് ഹൈനടുത്തൊക്കെ എത്തിയിരുന്നു, പക്ഷെ വെള്ളിയാഴ്ച താഴെയാണ്. ഒപ്പം യൂറോപ്പ് വീക്കാണ്. നമ്മൾ ഏഷ്യയിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ്, അതുപോലെ തന്നെ സൗത്ത് കൊറിയൻ, തൈവാൻ ഇൻഡെക്സുകളെല്ലാം തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ പുതിയ റെക്കോർഡ് ഹൈ ഒക്കെ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം കഴിഞ്ഞ വെള്ളിയാഴ്ച താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ സൗത്ത് കൊറിയൻ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ലെവലിലാണ്. മറ്റ് മാർക്കറ്റുകളെല്ലാം താഴെയാണ്. ചൈനീസ് ഇൻഡെക്സുകളെല്ലാം തന്നെ 14 ഇയർ 11 ഇയർ ഹൈ ഒക്കെ ഹിറ്റ് ചെയ്തിരുന്നു. ഇത് തീർച്ചയായിട്ടും അമേരിക്കൻ പ്രസിഡന്റിന്റെ ചൈനീസ് സന്ദർശനത്തിനോടനുബന്ധിച്ചുള്ള ഒരു ഒപ്റ്റിമിസത്തിലാണ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ചൈനീസ് വിസിറ്റൊക്കെ കഴിഞ്ഞു. വലിയ രീതിയിലുള്ള അനൗൺസ്മെന്റുകളൊന്നും തന്നെ, ചിപ്പ് റിലേറ്റഡ് അനൗൺസ്മെന്റുകളൊന്നും തന്നെ വന്നിട്ടില്ല. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൂടി വെള്ളിയാഴ്ച കണ്ടിട്ടുണ്ട്. അമേരിക്കയിലും നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ സെമി കണ്ടക്ടർ സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ ഹാർഡ്വെയർ സ്റ്റോക്കുകളിലൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും നമ്മൾ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ NVIDIA വീക്ക് ടു വീക്ക് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മൈക്രോസോഫ്റ്റ് വീക്ക് ടു വീക്ക് ബെറ്റർ ആണ്. അതുപോലെ തന്നെ ആപ്പിളും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് വീക്ക് ടു വീക്ക് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ആൽഫബറ്റും പുതിയ റെക്കോർഡ് ഹൈ ഒക്കെ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷമുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങിൽ ആൽഫബറ്റും താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. NVIDIAയും കഴിഞ്ഞ ആഴ്ചയിൽ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഹാർഡ്വെയർ റിലേറ്റഡ് സ്റ്റോക്കുകൾ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്കുകളും കഴിഞ്ഞ ആഴ്ചയിൽ റെക്കോർഡ് ഹൈ ഒക്കെ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷമുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങിൽ വെള്ളിയാഴ്ച താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചിപ്പ് റിലേറ്റഡ് അനൗൺസ്മെന്റുകൾ ഉണ്ടായിട്ടുള്ള എക്സ്പെക്ടേഷൻ ഫുൾഫിൽ ആവാത്തതാണ്. ചിപ്പ് റിലേറ്റഡ് സ്റ്റോക്കുകളിലൊക്കെ അമേരിക്കയിലും അതുപോലെ തന്നെ സൗത്ത് കൊറിയയിലൊക്കെ ഒരു സെൽ ഓഫിന് കാരണമാക്കിയിട്ടുള്ളത്. ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് അത്തരത്തിലുള്ള കമ്പനികളൊന്നും തന്നെയില്ല. ഇപ്പോഴാണ് നമ്മൾ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ്ങിലേക്കൊക്കെ കടന്നിട്ടുള്ളത്. അതും ലിസ്റ്റഡ് എൻറ്റിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ CG പവർ മാത്രമേ ഉള്ളൂ. ടാറ്റ ഇലക്ട്രോണിക്സ് ആണ് മറ്റൊരു കമ്പനിയുള്ള, ലിസ്റ്റഡ് അല്ല. അപ്പം കെയ്ൻസ് ടെക്നോളജിയുടെ സബ്സിഡിയറി ഒക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ലിസ്റ്റഡ് എൻറ്റിറ്റികൾ കൂടുതലില്ലാത്ത ഇന്ത്യയിൽ അതിൻ്റെതായ ഇമ്പാക്റ്റ് ഒന്നും വന്നിട്ടില്ല. മറിച്ച് ഇന്ത്യനെ സംബന്ധിച്ച്, ഈ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കാരണം ലോങ് റണ്ണിൽ ഈ കമ്പനികൾ കമ്മീഷൻ ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള ബിസിനസ്സാണ് ലോങ് റണ്ണിൽ ഈ കമ്പനികൾക്കൊക്കെ കിട്ടാൻ പോകുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം വർദ്ധിച്ചു വരുന്ന ഡാറ്റാ സെന്റർ ഡിമാൻഡ്, സെർവർ ഡിമാൻഡ്, അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഈ സ്റ്റോക്കുകൾക്കൊക്കെ കിട്ടിയേക്കാം. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഗ്ലോബൽ മാർക്കറ്റുകളിലെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകാവുന്ന തരത്തിലുള്ള കമ്പനികളൊന്നും തന്നെ ഇന്ത്യയിലില്ല. മറിച്ച് പവർ റിലേറ്റഡ് സ്റ്റോക്കുകളുണ്ട്, ട്രാൻസ്ഫോമർ റിലേറ്റഡ് സ്റ്റോക്കുകളുണ്ട്, റിന്യൂവബിൾ എനർജി സ്റ്റോക്കുകളൊക്കെ ഉണ്ട്. ഈ സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് തന്നെയാണ് പൊതുവെ ഡാറ്റാ സെന്റർ രംഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അമേരിക്കയിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂസ് എന്ന് പറയുന്നത് ട്രംപ് Q1 ട്രംപ് റിലേറ്റഡ് ട്രേഡ്സിന്റെ ഡിസ്ക്ലോഷറൊക്കെ നടത്തിയിട്ടുണ്ട്. Q1 അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിൽ അമേരിക്കയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രംപിന്റെ ആക്ടിവിറ്റി വളരെയധികം കൂടിയിരിക്കുകയാണ്. 3700 ട്രേഡ്സ് ആണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ നെഗറ്റീവ് ന്യൂസാണ്. ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി തങ്ങളുടെ അനൗൺസ്മെന്റിന് മുമ്പോ പിമ്പോ ഒക്കെ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരിക്കാം. ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ ആകെ ഒരു അനിശ്ചയാവസ്ഥയാണ് അനലിസ്റ്റുകളുടെ ഇടയിലും അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിലൊക്കെ. ഇതുവരെ ഇത്തരത്തിലുള്ള ട്രേഡ് ഒന്നും തന്നെ മറ്റൊരു പ്രസിഡന്റും അമേരിക്കയിൽ നടത്തിയിട്ടില്ല. തീർച്ചയായിട്ടും ഇതൊക്കെ ഒരു ഇൻസൈഡർ ട്രേഡിംഗ് വയലേഷൻ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രേഡ്സൊക്കെ അമേരിക്കയിൽ കണ്ടിന്യൂ ചെയ്യാണ്. ട്രംപ് അധികാരം ഏറ്റെടുത്തതിന് ശേഷം ക്രിപ്റ്റോ കറൻസിയിലും സ്റ്റോക്കുകളിലൊക്കെ അദ്ദേഹത്തിനനുസരിച്ച് അദ്ദേഹം ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും തന്നെ ഇതിന്റെ വ്യക്തമായിട്ടുള്ള രൂപം തന്നെ ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ള 100 പേജുള്ള റിപ്പോർട്ടാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. NVIDIA, ഒറാക്കിൾ, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ്, കോസ്റ്റ്കോ, ആബട്ട് ഫാർമസ്യൂട്ടിക്കൽ, ഊബർ ടെക്നോളജീസ്, ഇന്റൽ, AT&T ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ അദ്ദേഹം ധാരാളം വാങ്ങിയിട്ടൊക്കെയുണ്ട്. അതിന്റെ ആക്ടിവിറ്റീസ് റിപ്പോർട്ടൊക്കെ
അനലിസ്റ്റുകൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള റിലേറ്റഡ് ആയ ന്യൂസ് ഫ്ലോസ് ഒക്കെ വന്നേക്കാം. എന്നിരുന്നാലും രാജ്യം ഭരിക്കുന്ന ഒരു ഭരണാധികാരി, പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തെ ഭരണാധികാരി ഇത്തരത്തിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവോൾവ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമല്ല എന്നുള്ള അഭിപ്രായമാണ് പൊതുവെ ഉള്ളത്. ഇനി നമ്മൾ കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ കമോഡിറ്റികളും വീക്ക് ടു വീക്ക് താഴെയാണ്. വെള്ളിയാഴ്ച സിൽവറിലും അതുപോലെ തന്നെ ഗോൾഡിലും മറ്റെല്ലാ കമോഡിറ്റികളിലും ഒരു ശല്യം പ്രശ്നമായിരുന്നു. വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ കോപ്പർ, അലുമിനിയം, സിങ്ക് ഒക്കെ ഫ്ലാറ്റ് ആണ്. അയൺ ഓർ സ്ലൈറ്റ്ലി വീക്കാണ്. അതേസമയം ബ്രന്റ് ക്രൂഡ് ഓയിൽ വീക്ക് ടു വീക്ക് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച വലിയ രീതിയിലുള്ള ഗ്ലോബൽ ബോണ്ട് സെൽ ഓഫ് ആയിരുന്നു. ബോണ്ട് ഈൽഡുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ബോണ്ട് ഈൽഡുകൾ കൂടുന്നത് തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നതിന് മുന്നോടിയായിട്ടുള്ളൊരു ഇൻഡിക്കേഷനാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ സാധാരണ രീതിയിൽ പ്രഷ്യസ് മെറ്റൽസിലൊക്കെ അതിൻ്റെ സെൽ ഓഫ് വരാറുണ്ട്. അത്തരത്തിലുള്ള സെൽ ഓഫാണ് നമ്മൾ വെള്ളിയാഴ്ച കണ്ടിട്ടുള്ളത്. ഇത്തരത്തിൽ ബോണ്ട് ഈൽഡ് കൂടുന്നത് തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ സാധാരണ രീതിയിൽ ഇൻവെസ്റ്റേഴ്സ് ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെന്റിലേക്കൊക്കെ തങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് മാറ്റാറുണ്ട്. പക്ഷെ കോവിഡിന് ശേഷം അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഇൻഫ്ലോ ഒന്നും തന്നെ ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസിലേക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വന്നിട്ടില്ല. മറിച്ച് നമ്മൾ മറ്റു ഡാറ്റയൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഡെറ്റ് മാർക്കറ്റിലേക്കും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലേക്കും ഒരേപോലെ തന്നെയാണ് ഇൻഫ്ലോസ് ഒക്കെ വന്നിരിക്കുന്നത്. എന്നിരുന്നാലും തിയററ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ബോണ്ട് ഈൽഡ് കൂടുമ്പോൾ തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ അതിൻ്റെതായ നെഗറ്റീവ് ഇമ്പാക്ട് സ്റ്റോക്കുകളിലൊക്കെ ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ള സെൽ ഓഫ് ആണ് നമ്മൾ വെള്ളിയാഴ്ച കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് ഒരു നെഗറ്റീവ് ഫാക്ടർ തന്നെയാണ്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ 10 ഇയർ ബോണ്ട് ഈൽഡ് 4.5%, ജപ്പാനിൽ 30 ഇയർ ബോണ്ട് ഈൽഡ് 4%, അതുപോലെ തന്നെ UK 28 ഇയർ ഹൈയിലാണ് ബോണ്ട് ഈൽഡ് നിൽക്കുന്നത്. ജപ്പാനിൽ 0.75 ആണ്, 75% ആണ് പോളിസി റേറ്റ്. അത് 2% വരെ ഒരുപക്ഷെ ഈ വർഷാവസാനത്തോടു കൂടി ഉയരും എന്നുള്ളൊരു എക്സ്പെക്ടേഷനാണ്. അങ്ങനെ വരികയാണെങ്കിൽ വീണ്ടും ഒരുപക്ഷെ ക്യാരി ട്രേഡ് അൺവൈൻഡ് ചെയ്യുന്നതിൻ്റെ ഒരു വൊളാറ്റിലിറ്റി ഒക്കെ നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ബോണ്ട് ഈൽഡുകൾ കൂടുന്നത് സ്റ്റോക്ക് മാർക്കറ്റിനെ തിയററ്റിക്കലി നെഗറ്റീവ് തന്നെയാണ്. എന്നിരുന്നാലും നമ്മൾ കോവിഡിന് ശേഷമുള്ള സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഇനീഷ്യൽ നീജാർക്ക് റിയാക്ഷന് ശേഷം സ്റ്റോക്ക് മാർക്കറ്റുകൾ റിക്കവറി നടത്താറാണ് പതിവ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ന്യൂസ് ഫ്ലോസ് ഒക്കെ ഒന്ന് വാച്ച് ചെയ്യുന്നതായിരിക്കും. ഇനി ഇന്ത്യൻ റുപ്പിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ റുപ്പി വെള്ളിയാഴ്ച വീണ്ടും റെക്കോർഡ് ലോയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 96.23 രൂപ പെർ ഡോളറിനാണ് US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് ഇന്ത്യൻ റുപ്പി ക്ലോസ് ചെയ്തിരിക്കുന്നത്. വീണ്ടും താഴെ പോകാനുള്ള സാധ്യതകളാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം നീണ്ടു നിൽക്കുന്ന ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം തന്നെയാണ്. ഹോർമൂസ് കടലിൽ കൂടെ ഷിപ്പുകൾക്കൊന്നും തന്നെ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിലേക്കുള്ള ക്രൂഡിന്റെ വരവൊക്കെ നിലയ്ക്കാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ കൺട്രോൾഡ് ഇൻഫ്ലോ മാത്രമായിരിക്കും ക്രൂഡ് ഓയിലിന്റെ കാര്യത്തിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അതേസമയം നമ്മുടെ പ്രൈം മിനിസ്റ്റർ വെള്ളിയാഴ്ച UAE സന്ദർശിച്ചുകൊണ്ട് ധാരാളം ഡീലുകളൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഒപ്പം അദ്ദേഹം മറ്റു രാജ്യങ്ങളിലും കൂടി സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹോളണ്ടിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. പല അനൗൺസ്മെന്റുകളും വന്നിട്ടുണ്ട്. ASML ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ ചിപ്പുകൾ ഉണ്ടാക്കുന്ന, അതായത് ചിപ്പ് എക്യുപ്മെന്റുകൾ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഒരു മൊണോപ്പൊളി ബിസിനസ്സാണ് ASMLൻ്റേത്. ASMLന്റെ മേജർ ക്ലയന്റുകൾ എന്ന് പറയുന്നത് തൈവാനീസ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കമ്പനി, അതുപോലെ തന്നെ സാംസങ് ഇലക്ട്രോണിക്സ്, ഇത്തരത്തിലുള്ള വമ്പൻ കമ്പനികളാണ്. അപ്പോൾ അതുപോലെ തന്നെ NVIDIA, ഇത്തരത്തിൽ വമ്പൻ കമ്പനികളാണ് ASMLന്റെ ക്ലയൻസ് ആയിട്ട് വരുന്നത്. ഇന്ത്യയിൽ ടാറ്റ ഇലക്ട്രോണിക്സ് ആയിട്ട് ഒരു ടൈപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പ്രൈം മിനിസ്റ്റർ ഹോളണ്ട് സന്ദർശനത്തിനിടയിലാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസ് ആണ്. ടാറ്റ ഇലക്ട്രോണിക്സ് ലിസ്റ്റഡ് എൻറ്റിറ്റി അല്ല, അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അതിൻ്റെതായ പോസിറ്റീവ് ഇമ്പാക്ട് കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ്. അതേസമയം ഒരുപക്ഷെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗിലേക്ക് എൻ്റർ ചെയ്തിട്ടുള്ള CG പവറിന്റെ സബ്സിഡിയറി ആയിട്ടൊക്കെ ഒരുപക്ഷെ ഭാവിയിൽ ഇത്തരത്തിലുള്ള അനൗൺസ്മെന്റുകളൊക്കെ വന്നേക്കാം. അപ്പം നമ്മളെ സംബന്ധിച്ച് സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് രംഗത്തേക്ക് സീരിയസ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ടാറ്റ ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ
CG പവർ, ഒപ്പം മൈക്രോൺ ഉണ്ട്. പക്ഷെ മൈക്രോൺ അമേരിക്കൻ കമ്പനിയാണ്. അതോടൊപ്പം തന്നെ കെയ്ൻസ് ടെക്നോളജിയുടെ സബ്സിഡിയറി ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് കമ്പനികൾ ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അനൗൺസ്മെന്റുകൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതേസമയം റുപ്പി ഫർദർ വീക്ക് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എക്കണോമിനെ സംബന്ധിച്ച് നെഗറ്റീവ് ആണ്. വീണ്ടും ഓസ്റ്റെറിറ്റി മെഷേഴ്സ് ഒക്കെ ഗവൺമെന്റ് അനൗൺസ് ചെയ്തേക്കാം. അതിന്റെ ഭാഗമായിട്ട് സിൽവർ ഇമ്പോർട്ടിന്മേലും ഗവൺമെന്റ് കൺട്രോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് വെള്ളിയാഴ്ച. തീർച്ചയായിട്ടും അതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് കൂടി ഗോൾഡ് സിൽവർ പ്രൈസസിലൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഗോൾഡിന്റെ കാര്യത്തിലും സിൽവറിന്റെ കാര്യത്തിലൊക്കെ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒക്കെ ഉണ്ട്. ബോണ്ട് സെൽ ഓഫിന്റെ ഒരു ഇമ്പാക്ട് പൊതുവെ കമോഡിറ്റികളെയും സ്റ്റോക്കുകളെയും ബാധിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റുകളിലും അതുപോലെ തന്നെ കമോഡിറ്റി മാർക്കറ്റുകളിലൊക്കെ കണ്ടിട്ടുള്ളത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ Q4 റിസൾട്ടുകൾ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചുള്ള മേജർ ഇവന്റ് ഇന്ത്യയിലുള്ളത്. കഴിഞ്ഞ ആഴ്ച പുറത്തു വന്നിട്ടുള്ള റിസൾട്ടുകളൊക്കെ പ്രത്യേകിച്ച് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളുടെ കമ്പനികളിലൊക്കെ റിസൾട്ടുകൾ ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആണ്. അതിനനുസരിച്ചിട്ടുള്ള പോസിറ്റീവ് റിയാക്ഷനൊക്കെ ഈ സ്റ്റോക്കുകൾ കാണിച്ചിട്ടുണ്ട്. അതേസമയം റിയൽ എസ്റ്റേറ്റ് പറഞ്ഞിരിക്കുന്നത് റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രി സ്ലോ ഡൗൺ ഫേസ് ചെയ്യാൻ പോവുകയാണ്. മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് ആണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന തരത്തിലുള്ള റിക്വസ്റ്റ് ഗവൺമെന്റ് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല എക്സംഷൻസും ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഈ റിയൽ എസ്റ്റേറ്റ് ബോഡിയൊക്കെ റിക്വസ്റ്റ് നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു കോസ് ഫോർ കൺസേൺ തന്നെയാണ്. വീണ്ടും ഇന്ത്യനെ സംബന്ധിച്ച് നെഗറ്റീവ് ഇമ്പാക്ട് നൽകുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്നൊരു സെക്ടറാണ് റിയൽ എസ്റ്റേറ്റ് സെക്ടർ. ആ സെക്ടറിൽ വരുന്ന സ്ലോ ഡൗൺ തീർച്ചയായിട്ടും ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ച് നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. നമ്മൾ അടുത്ത ആഴ്ചയിലും അല്ലെങ്കിൽ ഈ ആഴ്ചയിലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതൊക്കെ വീണ്ടും ഒരു വോളാറ്റിലിറ്റിയോട് കൂടിയുള്ള ഒരു മാർക്കറ്റ് സെന്റിമെന്റ് ആണ്. വലിയ രീതിയിൽ വീണ്ടും നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് വരിക, അതുപോലെ തന്നെ ഇറാൻ ഇസ്രായേൽ അമേരിക്ക സംഘർഷം ഒത്തുതീരാതെ മുന്നോട്ട് പോവുക, ഇത്തരത്തിലുള്ള അവസ്ഥയിൽ വീണ്ടും ഇന്ത്യനെ സംബന്ധിച്ച് പ്രഷർ തന്നെയാണ്. ഒപ്പം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വലിയ രീതിയിൽ തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ ടോട്ടൽ ഹോൾഡിംഗ്സ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ നെഗറ്റീവ് ഫിഗർ ആണ്. 14% ഇന്ത്യൻ ഇക്വിറ്റിയിൽ ഇപ്പോൾ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യുന്നത്. 10 വർഷം മുമ്പ് 19.9% ആയിരുന്നു. അതേസമയം നമ്മുടെ ഡൊമസ്റ്റിക് ഫണ്ടുകൾ 19% ഉയർത്തിയിട്ടുണ്ട് അവരുടെ ഹോൾഡിംഗ്സ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു സെൽ ഓഫ് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ ഒരു പരിധി വരെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യുന്നത്. ടെക്നോളജി സ്റ്റോക്കുകളിലൊന്നും തന്നെ ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് കാണുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഇതുവരെ ഒരു എവർഗ്രീൻ സെക്ടർ ആയിരുന്നത് IT സർവീസസ് സെക്ടർ ആയിരുന്നു. $315 ബില്യൺ ആണ് ഒരു വർഷത്തെ ഇതിന്റെ സൈസ് തന്നെ വരുന്നത്. പക്ഷെ ഭാവിയിൽ ഇത്തരത്തിലുള്ള IT സർവീസസ് കമ്പനികളെ സംബന്ധിച്ച് AI ഏജന്റുകൾ അതുപോലെ തന്നെ AI റിലേറ്റഡ് സർവീസസ് ഒക്കെ ഇമ്പാക്ട് ചെയ്യും എന്നുള്ള എക്സ്പെക്ടേഷനിലാണ്. സോഫ്റ്റ്വെയർ സർവീസസ് രംഗത്തുള്ള SaaS കമ്പനികളിലൊക്കെ വലിയ രീതിയിൽ സെൽ ഓഫ് കണ്ടത്. TCSലായാലും ഇൻഫോസിസിലായാലും മറ്റ് ടെക്നോളജി സർവീസസ് രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ച് നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് തന്നെയാണ്. വേഴ്സ്റ്റ് സീംസ് ഓവർ ആണ്. എന്നിരുന്നാലും AI റിലേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികൾ ഇന്ത്യയിലില്ല, അതുപോലെ തന്നെ AI ടെക്നോളജി കമ്പനികൾ ഇന്ത്യയിലില്ല, ചിപ്പ് മാനുഫാക്ചറിങ് കമ്പനികൾ ഇന്ത്യയിലില്ല. ഇപ്പോഴാണ് ചിപ്പ് മാനുഫാക്ചറിംഗിലേക്കും ഇന്ത്യൻ കമ്പനികൾ കടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന് സെക്ടർ ചേഞ്ചസിനനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കമ്പനികൾ ഇന്ത്യയിലില്ല. മറിച്ച് തൈവാനിൽ, അതുപോലെ തന്നെ സൗത്ത് കൊറിയയിൽ, അതുപോലെ തന്നെ ചൈനയിൽ, ജപ്പാനിൽ ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ ധാരാളം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എന്ന് തിരിച്ചു വരാനായിട്ട് കഴിയുമെന്നുള്ള കാര്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ബൂമിംഗ് സെക്ടേഴ്സ് ഇന്ത്യയിൽ കുറവാണ്. ഇപ്പോൾ ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് രംഗത്തുള്ള കമ്പനികൾ, അതുപോലെ തന്നെ AI ടൂളുകൾ ഉണ്ടാക്കുന്ന കമ്പനികൾ, ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെയാണ് ഗ്ലോബലി വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സെക്ടർ സ്റ്റോക്കുകൾ ഇന്ത്യയിൽ കുറവുള്ളത് ഒരു പരിധി വരെ ഇന്ത്യയിലേക്കുള്ള ഫോറിൻ ഇൻഫ്ലോനെ ബാധിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും ഇതൊരു കോസ് ഫോർ കൺസേൺ തന്നെയാണ്. എന്നിരുന്നാലും ഓൾമോസ്റ്റ് ഇത്തരത്തിലുള്ള എല്ലാ ന്യൂസുകളും ഡിസ്കൗണ്ടഡ് ആണ്. അതിന്റെ ഒരു വാല്യുവേഷൻ ഇറോഷനൊക്കെ പല IT സെക്ടർ സ്റ്റോക്കുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഇൻവെസ്റ്റേഴ്സ് പൊതുവെ ഒരു കോഷൻ വെച്ച് പുലർത്തണം ഇത്തരത്തിലുള്ള കമ്പനികളിലുള്ള ഇൻവെസ്റ്റ്മെന്റിലൊക്കെ. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന്റെ അട്രാക്ഷൻ തീർച്ചയായിട്ടും ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച്
സംബന്ധിച്ച് പോസിറ്റീവാണ്. അവർ അത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ വിറ്റുമാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെതായ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ എല്ലാ മാർക്കറ്റുകളിലും ഉണ്ടാവും. ഇന്ത്യൻ മാർക്കറ്റിൽ അത്തരത്തിലുള്ള ഇമ്പാക്റ്റ് ആണ് കണ്ടിട്ടുള്ളത്. എന്നിരുന്നാലും ഫണ്ടമെന്റൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ പല ന്യൂസുകളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എയുടെ ഇമ്പാക്റ്റ് ഒക്കെ ഒരു പരിധി വരെ എല്ലാ കമ്പനികളിലൊക്കെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. കമ്പനികളെല്ലാം തന്നെ പുതിയ റിക്രൂട്ട്മെന്റ് മതിയാക്കിക്കൊണ്ട് എക്സിസ്റ്റിംഗ് മിഡിൽ ലെവൽ മാനേജ്മെന്റിനെയൊക്കെ കീപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ തന്നെയാണ് ചിപ്സെറ്റിലൊക്കെ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആക്ഷൻസ് ഹ്യൂമൻ ബ്രെയിൻ എടുക്കുമ്പോഴും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എടുക്കുമ്പോഴും ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. എന്നിരുന്നാലും ലോജിക്കൽ ഡിസിഷൻ എടുക്കുന്നത് ഇപ്പോഴും ഹ്യൂമൻ ബീയിങ്സ് ആണ് ബെറ്റർ. അതുപോലെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള കമ്പനികളിലൊക്കെ ഔട്ട്പുട്ടുകൾ വാലിഡേറ്റ് ചെയ്യാനൊക്കെ മിഡിൽ ലെവൽ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരുടെ ആവശ്യകത ഭാവിയിൽ കൂടുന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് പുതിയ ജോബ് ക്രിയേഷനെ ബാധിക്കും. അതേസമയം എക്സിസ്റ്റിംഗ് സർവീസ് ഓറിയന്റഡ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. ഇത്തരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ ഇന്ത്യയിൽ വരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ IT സർവീസസ് കമ്പനികളെ സംബന്ധിച്ചൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് അത്തരത്തിലുള്ള ഇമ്പാക്റ്റ് ഒക്കെ നൽകാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്തതിന് ശേഷമാണ് IT സ്റ്റോക്കുകളിൽ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് വലിയ രീതിയിൽ നടത്തണോ നടത്തണ്ടേ എന്നുള്ള കാര്യം തീരുമാനിക്കാനാവും. അതുവരെ ഒരു കോഷൻ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ സെമി കണ്ടക്ടർ രംഗത്തുള്ള സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ ഡാറ്റാ സെന്റർ രംഗത്ത് വലിയ രീതിയിലുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റ് ലഭിക്കുന്ന സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതോടൊപ്പം തന്നെ ഫാർമസ്യൂട്ടിക്കൽ രംഗത്തുള്ള സ്റ്റോക്കുകൾ, കൺസംഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ, ഒരു പരിധിവരെ FMCG സെക്ടർ, അതുപോലെ തന്നെ മെറ്റൽസ് ആൻഡ് മിനറൽസ്, ഈ സെക്ടറും വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകുന്ന ഒരു സെക്ടർ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും ഒരുപക്ഷെ ഭാവിയിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് നേടിക്കൊടുക്കാൻ പോകുന്നത്. ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലത്തെ റിസൾട്ട് ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ധാരാളം റിസൾട്ടുകളൊക്കെ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ പുറത്തു വന്നിട്ടുണ്ട്. ട്രേഡിങ്ങിന് ശേഷം, വെള്ളിയാഴ്ച ട്രേഡ് ചെയ്തതിന് ശേഷം പുറത്തു വന്നിട്ടുള്ള റിസൾട്ടുകളുടെ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ആംബർ എന്റർപ്രൈസസ് എക്സലന്റ് റിസൾട്ടാണ്. അതുപോലെ തന്നെ വോഡാഫോൺ ഐഡിയയുടെ റിസൾട്ടും ബെറ്റർ ദാൻ എക്സ്പെക്ടേഷൻസ് ആണ്. 1 ടൈം ഗെയിൻ ആണ് വോഡാഫോൺ ഐഡിയയുടെ പ്രോഫിറ്റബിലിറ്റി കൂട്ടിയിരിക്കുന്നത്. 1 ടൈം ഗെയിൻ മാത്രമാണ്. പക്ഷേ ഓപ്പറേഷണൽ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ കാര്യമായിട്ട് ഇൻക്രീസ് ഒന്നുമില്ല. മറിച്ച് വോഡാഫോൺ ഐഡിയയിൽ പ്രൊമോട്ടേഴ്സൊക്കെ സ്റ്റേക്ക് കൂട്ടാൻ പോവുകയാണ്. അതിൻ്റെതായ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഭാവിയിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് പൊതുവെ നോക്കുകയാണെങ്കിൽ ഈ ആഴ്ചയിൽ സ്പേസ് എക്സിന്റെ IPO പേപ്പേഴ്സ് ഫയൽ ചെയ്യാണ് അമേരിക്കയിൽ. സ്പേസ് എക്സിന്റെ IPO എന്ന് പറയുമ്പോൾ $75 ബില്യൺ ആണ് IPOയിൽ കൂടെ സമാഹരിക്കാൻ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ IPO ആയിട്ട് മാറുകയാണ്. ടോട്ടൽ വാല്യുവേഷൻ വരാൻ പോകുന്നത് $2 ട്രില്യൺ ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യാൻ പോകുന്നത് ആൽഫബറ്റ് ആണ്. $100 ബില്യൺ അധികം ആൽഫബറ്റിന് ലാഭം ഉണ്ടാവും. അവർ ഏറ്റവും മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ് സ്പേസസിൽ ആൽഫബറ്റ്. തീർച്ചയായിട്ടും ഈ IPO പേപ്പർ ഫയൽ ചെയ്ത് IPO ജൂൺ 12 ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ജൂൺ 12 ലിസ്റ്റ് ചെയ്യുമ്പോൾ ആൽഫബറ്റ് സ്റ്റോക്ക് പ്രൈസും കറണ്ട് ലെവലിൽ നിന്ന് മുന്നേറാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഓവർസീസ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് സ്പേസസിന്റെ IPO പേപ്പർ ഫയൽ ചെയ്യുന്നതോടുകൂടി ആൽഫബറ്റിന്റെ സ്റ്റോക്ക് പ്രൈസസിലും ഒരു മൂവ്മെന്റ് കാണാനുള്ള സാധ്യതകളുണ്ട്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓവർസീസ് സ്റ്റോക്കാണ് ആൽഫബറ്റ്. ഒപ്പം കഴിഞ്ഞ വ്യാഴാഴ്ച അമേരിക്കയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് ഉണ്ട്, സെറിബ്രാസ് സിസ്റ്റംസ് ഇൻകോർപ്പറേഷൻ. NVIDIAയുടെ ചിപ്പിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു ചിപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ്. IPO $185 $386 വരെയൊക്കെ ഉയർന്നിരുന്നു. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് $279.72 പെർ ഷെയർ ആണ്. ഈ സ്റ്റോക്കും മാർക്കറ്റ് താഴെ വരുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന്, ഓവർസീസ് ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന, അല്ലെങ്കിൽ ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീമിൽ കൂടെ റെസിഡന്റ് ഇന്ത്യൻസിന് ഓവർസീസ് സ്റ്റോക്കുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. അത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കൺസിഡർ ചെയ്യാവുന്ന 2 സ്റ്റോക്കുകളാണ് ആൽഫബറ്റ്, അതുപോലെ തന്നെ സെറിബ്രാസ് സിസ്റ്റംസ് ഇൻകോർപ്പറേഷൻ. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ മാർക്കറ്റ് താഴെ വരുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്നതാണ്. സ്പേസസിന്റെ IPO തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ ഒരു ബൂമിംഗ് സെന്റിമെന്റ് ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്.
ഇനി നമ്മളെ സംബന്ധിച്ച് പൊതുവെ നോക്കുകയാണെങ്കിൽ മറ്റു ന്യൂസ് ലോസൊക്കെ നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടാക്കുന്ന കമ്പനികളെ സംബന്ധിച്ച് വളരെ നല്ല ഡേയ്സ് ആണ് ഹെഡ് എന്നുള്ളൊരു കാര്യമാണ്. അമേരിക്കയിൽ ട്രാൻസ്ഫോമേഴ്സ് കിട്ടാനില്ല, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമേഴ്സ് ഒന്നും തന്നെ കിട്ടാനില്ല. വളരെ ഷോർട്ടേജ് ആണ്. 2032 വരെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടാക്കുന്ന കമ്പനികൾ, മേജർ മൾട്ടിനാഷണൽ കമ്പനികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ സീമെൻസ് എനർജി, അതുപോലെ തന്നെ ഹിറ്റാച്ചി എനർജി, വെർണോവയ്ക്കാണ്. അപ്പോൾ ഈ കമ്പനികൾ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ ഇന്ത്യയിലും ലിസ്റ്റഡ് ആണ്. സീമെൻസ് എനർജി എൻട്രിൻ എന്നുള്ള കോഡ് നെയിമിലാണ് അറിയപ്പെടുന്നത്. ഹിറ്റാച്ചി എനർജി ഓൾറെഡി പുതിയ റെക്കോർഡ് ഹൈ എടുത്തിട്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വെർണോവ. ഈ കമ്പനികളെ സംബന്ധിച്ച് ഈ ന്യൂസുകളെല്ലാം തന്നെ, ഓവർസീസ് ന്യൂസുകളെല്ലാം തന്നെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. ഒപ്പം ഇന്ത്യയിൽ ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടാക്കുന്ന കമ്പനികളെ സംബന്ധിച്ച് ഈ ന്യൂസ് പോസിറ്റീവ് തന്നെയാണ്. നമ്മുടെ ഡാറ്റാ സെന്റർ ബിസിനസ്സും വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സെക്ടേഴ്സിലുള്ള സ്റ്റോക്കുകളിൽ നല്ല രീതിയിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെന്റ് കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്നിരുന്നാലും ഒരു കാര്യം മനസ്സിൽ വെക്കുക, ഏത് സെക്ടറും ഔട്ട് പെർഫോം ചെയ്യുന്ന സമയങ്ങളിൽ ഹയർ PE ആയിരിക്കും. അപ്പോൾ ഈ ഹയർ PE ഉള്ള അവസരങ്ങളിൽ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ഒന്ന് കുറയ്ക്കുന്നതെന്നായിരിക്കും. അതേസമയം നല്ല പ്രോഫിറ്റിലിരിക്കുന്ന പൊസിഷൻസിലൊക്കെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്ന കാര്യമൊക്കെ ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇനി ഞാൻ ഇന്ത്യൻ ഡെറിവേറ്റീവ് മാർക്കറ്റിലെ ഒരു ഇൻസിഡന്റ് ഇൻവെസ്റ്റേഴ്സിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ച സെയിലിന്റെ സ്റ്റോക്ക് പ്രൈസ് 14% ഉയർന്നത്. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് F&O സെഗ്മെന്റിലെ ഷോർട്ട് കവറിംഗ് ആണ്. റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ബുധനാഴ്ച രാവിലത്തെ കണക്ക് പ്രകാരം സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഡെറിവേറ്റീവ് പൊസിഷനുകളിൽ 99.51% ഹോൾഡ് ചെയ്തിരുന്നത് 14 എൻറ്റിറ്റികളാണെന്നാണ് പറയുന്നത്. ഒരു എൻറ്റിറ്റി മാത്രം 10% ഹോൾഡ് ചെയ്തിരുന്നു. അപ്പോൾ ഈ എൻറ്റിറ്റികളെല്ലാം തന്നെ ഷോർട്ട് പൊസിഷൻസ് ആയിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള ഷോർട്ട് കവറിങ്ങിന്റെ ഒരു ഇമ്പാക്റ്റിലാണ് സെയിലിന്റെ പ്രൈസ് 14% ഉയർന്നത്. തീർച്ചയായിട്ടും ഇതൊരു കോസ് ഫോർ കൺസേൺ തന്നെയാണ്. ഡെറിവേറ്റീവ് സെഗ്മെന്റ് എന്ന് പറയുന്നത് ലിവറേജ് പ്ലേക്കുള്ള ഒരു അവസരമാണ്. അതോടൊപ്പം തന്നെ റിസ്ക് മാനേജ്മെന്റ് ടൂളുകളാണ്. ഇങ്ങനെ 14 പേര് കൂടിയിട്ട് അല്ലെങ്കിൽ 14 എൻറ്റിറ്റികൾ കൂടിയിട്ട് സെയിലിന്റെ ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എക്സ്പോഷറിൽ 99.51% ഹോൾഡ് ചെയ്യുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടൊരു കോൺസെൻട്രേഷനാണ്. അതായത് ആ സ്റ്റോക്കിലുള്ള കോൺസെൻട്രേഷനെയാണ് സൂചിപ്പിക്കുന്നത്. സാധാരണ രീതിയിൽ മാർക്കറ്റ് വൈഡ് പൊസിഷൻ ലിമിറ്റ് ഡെറിവേറ്റീവ് മാർക്കറ്റിലുണ്ട്. മാർക്കറ്റ് വൈഡ് പൊസിഷൻ ലിമിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള എക്സസീവ് കോൺസെൻട്രേഷനും അതുപോലെ തന്നെ സ്പെക്കുലേഷനും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ തടയാൻ വേണ്ടിയാണ്. പക്ഷെ ഇത്തരത്തിലുള്ള പ്രിക്കോഷൻസ് ഉണ്ടായിട്ട് പോലും 14 എൻറ്റിറ്റികൾ കൂടി സെയിലിന്റെ ഡെറിവേറ്റീവ് എക്സ്പോഷറിൽ 99.51% കൺട്രോൾ ചെയ്തിരുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഫ്ലോ തന്നെയാണ് ഡെറിവേറ്റീവ് സെഗ്മെന്റിലത്തെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇവന്റുകളൊക്കെ വരുമ്പോൾ സ്റ്റോക്ക് പ്രൈസസിലൊക്കെ വലിയ രീതിയിലുള്ള ഫ്ലക്ച്വേഷനൊക്കെ കാണിക്കും. അപ്പോഴും മൊമെന്റ് ആയാലും ഡൗൺവേർഡ് മൊമെന്റ് ആയാലും ഒക്കെ കൂടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഇവന്റും കൂടി ഡെറിവേറ്റീവ് സെഗ്മെന്റിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ഒന്ന് മനസ്സിൽ വെക്കുന്നതായിരിക്കും. ഇന്നത്തെ സിനാരിയോയിൽ മണി പവർ ഉള്ള ഇൻവെസ്റ്റേഴ്സിന് ഇത്തരത്തിൽ വലിയ ക്യാപിറ്റലുള്ള ഡെറിവേറ്റീവ് കോൺട്രാക്റ്റുകളിൽ പോലും വലിയ രീതിയിലുള്ള ഇൻഫ്ലുവൻസ് നടത്താൻ സാധിക്കും എന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കൗണ്ടറുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കൗണ്ടറുകളിൽ സൂക്ഷിച്ച് ട്രേഡ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ടെമ്പററി ആയിട്ട് വലിയ ലോസസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒരു കോഷം വെച്ച് പുലർത്തേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലത്തെ വീക്കിലി പോഡ്കാസ്റ്റിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ളത്. അപ്പോൾ ഈ ആഴ്ച നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പക്ഷേ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ക്ലോസിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ഓപ്പണിംഗ് വന്നേക്കാം. ഓൾമോസ്റ്റ് എല്ലാ നെഗറ്റീവ് ന്യൂസ് ലോസൊക്കെ ഡിസ്കൗണ്ടഡ് ആണ്. പക്ഷേ ഇന്ത്യൻ റുപ്പി ഫർദർ താഴെ പോകുന്നു. ഇന്ത്യനെ സംബന്ധിച്ച് നെഗറ്റീവ് തന്നെയാണ്. ഒരു പക്ഷേ 100 രൂപ പെർ ഡോളർ വരെ ഒക്കെ താഴെ വന്നേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യണം. അതേസമയം വീണ്ടും നെഗറ്റീവ് ന്യൂസ്
ലോസ് വരികയാണെങ്കിൽ ഒരു പക്ഷേ നിഫ്റ്റിയും സെൻസസും ഒക്കെ റീസെൻ്റ് ആയിട്ട് വന്നിട്ട് ലോ ഒക്കെ വീണ്ടും ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഓവറോൾ ഒരു വെരി ലോങ് ടൈം വ്യൂ കീപ്പ് ചെയ്യുന്നതായിരിക്കും. ഈ ലോങ് ടൈം വ്യൂവിലേക്ക് വാങ്ങുന്ന സ്റ്റോക്കുകളിൽ ഷോർട്ട് ടു മീഡിയം ടൈമിൽ നല്ല പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു ഡിസിഷനും എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്ക്ലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.